ഹായ്, വെൽക്കം ബാക്ക്. വൈകുന്നേരം ചൂട് കട്ടൻ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല നാടൻ കപ്പ ഉലർത്തിയതിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ ഇടത്തരം വലിപ്പമുള്ള ഒരു കപ്പക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിനി ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. ഒരുപാട് വലിയ പീസാകരുത്. ഇതുപോലെ കുട്ടി കുട്ടി പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വലിപ്പമായിരിക്കണം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. കപ്പ വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. തിളച്ചു കഴിയുമ്പോൾ ആദ്യത്തെ വെള്ളം ഊറ്റിക്കളയണം. അതിനുശേഷം വേറെ വെള്ളം വെച്ചിട്ട് വേണം കപ്പ വേവിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് കപ്പയിലുള്ള വിഷാംശം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നവും ഉണ്ടാവുകയില്ല. ആദ്യത്തെ വെള്ളം മാറ്റിയിട്ട് രണ്ടാമത്തെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ല രീതിയിൽ ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കാം. കപ്പയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിനി ഒന്ന് കോരി മാറ്റാം. ഇനി കപ്പ ഉലർത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടാകുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ടതാണ് ഉഴുന്ന്. ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതാണ് ഈ കപ്പ ഉലർത്തിയതിന് ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ എണ്ണയിൽ കിടന്ന് ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. കരിഞ്ഞു പോകരുത്. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കാം. ഉഴുന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് എക്സ്ട്രാ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട. ഈ വറ്റൽമുളകിൻ്റെ ചെറിയൊരു എരിവ് മതിയാകും. ഇപ്പോൾ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആവണം. കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ കൂടി ഒന്ന് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കൈപ്പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. തേങ്ങയൊന്നും മൂത്ത് പോകേണ്ട ആവശ്യമില്ല. വൈകുന്നേരം ചൂട് കട്ടനോടൊപ്പമോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്കിത് എടുക്കാം. കപ്പയോടൊപ്പം ഉഴുന്നും തേങ്ങയും ഒക്കെ ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അധികം എരിവില്ലാത്തതിനാൽ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.